ഹായ് ഹലോ. കാന്താര കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ പടം ഇറങ്ങിയപ്പോൾ ഒരു കന്നഡ ഫോക്ക് സ്റ്റോറി അത് മാത്രമായിരുന്നു ഈ പടത്തിന്റെ ഒരു മേജർ ഹൈപ്പ്. ആരും അധികം ഇറങ്ങിയ സമയത്ത് ശ്രദ്ധിച്ചതുമില്ല. എന്നാൽ വേർഡ് ഓഫ് മൗത്ത് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് പടം ഇന്ത്യയിലുടനീളം അത്യാവശ്യം നല്ല റിവ്യൂസുമായി ബ്ലോക്ക് ബസ്റ്റർ അടിച്ചു. അതിന്റെ നായകൻ നാഷണൽ അവാർഡും വാങ്ങിയിട്ടാണ് കളം വിട്ടത് തന്നെ. അതിന്റെ സെക്കൻഡ് പാർട്ട് കാന്താര ചാപ്റ്റർ 1 ഓഫ് കോഴ്സ് ഹൈപ്പുകളും എക്സ്പെക്ടേഷനും പീക്കിൽ നിൽക്കുന്ന ഒരു പടം. കന്നഡയിൽ നിന്ന് വരുന്ന ഒരു അടുത്ത മേജർ പടം. കാന്താര എവിടെ വെച്ചാണ് അവസാനിപ്പിച്ചത് അവിടെ വെച്ച് തന്നെയാണ് കാന്താര ചാപ്റ്റർ 1 കയറി വരുന്നത്. സാധാരണ എന്തൊക്കെ കേട്ട് മറന്ന ഫോക്ക് സ്റ്റോറീസ് തന്നെയാണ് ഇതിന്റെയും ഒരു കഥാവൃത്തം. ബേസിക്കലി ഒരു രാജാവ് കാന്താര എന്ന പ്ലേസിലെ ദൈവിക ശക്തി മനസ്സിലാക്കുകയും അതിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ എന്നതും ഒക്കെ ചേർന്നിരിക്കുന്നതാണ് കഥ എന്ന് വേണേൽ പറയാം. ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം ആക്ഷൻസും കോമഡീസും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ് പടത്തിനുള്ളത്. കഥയിലേക്ക് കൊണ്ടുവരികയും ബേസിക്കലി നമ്മുടെ പ്ലേസസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അതിന്റെ ഭംഗി ക്യാപ്ചർ ചെയ്യുന്നതും ഒക്കെ ആയിട്ടാണ് പടം പോകുന്നത്. പടത്തിലെ പെർഫോമൻസ് ഋഷഭ് ഷെട്ടി ആയിക്കോട്ടെ, ജയറാം ആയിക്കോട്ടെ, രുക്മിണി വസന്ത് ആയിക്കോട്ടെ അടിപൊളി ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ. ഓഫ് കോഴ്സ് എടുത്തു പറയേണ്ട അതിൽ ഒരുപാട് കൊമേഡിയൻസ് ഉണ്ട്. അവരുടെ പെർഫോമൻസ് ഒക്കെയും അടിപൊളിയാണ്. ഒരു ദോഷം പറയാൻ പറ്റാത്തൊരു ഫസ്റ്റ് ഹാഫ്. ഫസ്റ്റ് ഹാഫിലെ ഏറ്റവും ക്രൂഷ്യൽ ഇന്റർവൽ പഞ്ച്, വളരെ വ്യത്യസ്തവും കാണാൻ വളരെ ഭംഗിയുള്ളതായ ഒരു നേച്ചറിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഇന്റർവൽ പഞ്ച്. അതിലെടുത്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളും അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളും പറഞ്ഞ് ഞാൻ നിങ്ങളെ എക്സൈറ്റ്മെന്റ് കളയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വളരെ ബാങ്കോടെ കൂടെ അവസാനിപ്പിക്കുന്ന ഒരു ഇന്റർവൽ. സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോൾ പടം കുറച്ചും കൂടി സീരിയസ് ആവുകയാണ്. പടം സ്റ്റോറിയിലേക്ക് ഡീപ് ഡൈവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആക്ഷൻസും അതിന്റെ വിഷ്വൽ ട്രീറ്റ്മെന്റും ഒക്കെയാണ് പടം കൊണ്ടുപോകുന്നത്. ക്ലൈമാക്സ് ഒരു വളരെ എക്സ്റ്റെൻഡഡ് ആയിരിക്കുന്ന ക്ലൈമാക്സ്. ആ ക്ലൈമാക്സിന്റെ ആ ഒരു പോക്ക് തന്നെ വളരെ എക്സൈറ്റിംഗ് ആണ്. നമ്മളൊക്കെ കാണുന്ന ഒരു ഡിവൈൻ സാധനം പടത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടന്നിട്ടുമുണ്ട്. നമ്മൾ ഈ കാണുന്ന ഫോക്ക് സ്റ്റോറീസ്, ആ ഫോക്ക് സ്റ്റോറീസിലെ കഥാതന്തുക്കൾ അത് തിയേറ്ററിൽ കണ്ടാൽ എങ്ങനെയിരിക്കും? അതിന്റെ മറ്റൊരു ചാപ്റ്ററാണ് ആക്ച്വലി കാന്താര ചാപ്റ്റർ 1. അതിന്റെ വിഷ്വൽസ് കൊണ്ടും ആക്ഷൻസ് കൊണ്ടും അതിന്റെ BGM, മ്യൂസിക് എന്ത് തന്നെ എടുത്തോളൂ എല്ലാം കൊണ്ടും ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു അടിപൊളി പടമാണ് കാന്താര ചാപ്റ്റർ 1. ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റർ ആൻഡ് ലെറ്റ് നോ യുവർ ഒപ്പീനിയൻ ഇൻ ദ കമന്റ് ബോക്സ്.